ലാസ് വേഗസിലെ ഒരു വീടിന്റെ CCTV ക്യാമറയിൽ ഒരാളെ പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ കാണാനിടയായി. അവൻ എന്തിൽ നിന്നോ ഓടി ഒളിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അയാൾ ആ വീടിന്റെ മുമ്പിലുള്ള കാറുകൾക്കിടയിൽ ഒളിക്കാൻ ശ്രമിക്കുന്നത് CCTVയിൽ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയാവില്ല അവൻ തിരഞ്ഞെടുത്ത വീട് തെറ്റിപ്പോയെ. അവൻ അന്ന് ചെന്ന് കയറിക്കൊടുത്ത വീടിന്റെ ഉടമയുടെ പേര് ഷോൺ സ്ട്രിക്ലൻഡ് എന്നായിരുന്നു. ഷോണിന്റെ കഥ രണ്ട് ഭാഗമായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് അപകടകരമായ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും രണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കയറി വരുന്നതായും. Right now life is good. I got money, I got a belt, dude, everything is good, but like you couldn't pay me to go fucking relive my life. Like if you said, "Hey Sean, you want to go hit the restart button?" Like, fuck you. Really? Fuck you. I've heard you say in the past MMA kind of saved your life, right? ഷോൺ സ്ട്രിക്ലാൻഡിന്റെ കുട്ടിക്കാലം വളരെ പ്രയാസം നിറഞ്ഞതും ദുരിതപൂർണവുമായിരുന്നു. കാലിഫോർണിയയിലെ കൊറോണയിൽ ജനിച്ച സ്ട്രിക്ലാൻഡ് ശാരീരികവും മാനസികവുമായ അതിക്രമങ്ങൾ നിറഞ്ഞ ഒരു വീട്ടിലായിരുന്നു വളർന്നത്. അച്ഛന്റെ ക്രൂരമായ പീഡനങ്ങളിൽ നിന്ന് തന്റെ അമ്മയെ സംരക്ഷിക്കാൻ സ്ട്രിക്ലാൻഡ് ചെറുപ്പത്തിൽ തന്നെ ഒരു ഗിത്താർ ഉപയോഗിച്ച് അച്ഛനെ ആക്രമിച്ചു. ഇതോടെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അമ്മ അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവന്നു. I went through like pretty severe trauma as a kid. Like pretty fucked up trauma. Once, dude, like I was in probably 3rd, 4th grade and fuck man, I used to always sleep in my mom's room because I thought my dad was gonna kill my mom. So like I would like sleep by the door. I'd sleep to make sure she was all right. Yeah, I'd sleep under the bed. You know, I'd sleep by the door because I thought my dad was gonna kill my mom. Dude, I remember like laying in bed. Like I remember I stopped believing in God, man. Like fucking, like I had fucking yeah, it's crazy shit, dude. Crazy shit, man. Yeah. I think it's one of the hard things that people don't understand, like trauma, you know? Yeah. ചെറുപ്പത്തിൽ തന്നെ തന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് സ്ട്രിക്ലാൻഡിന് തന്റെ വീട്ടിൽ നിന്നും മാറി മുത്തശ്ശനോടൊപ്പം താമസിക്കേണ്ടി വന്നു. പിന്നീട് മുത്തശ്ശനോടുള്ള അടുപ്പത്തിലൂടെ നിയോ നാസി ആശയങ്ങൾ സ്വീകരിക്കുകയും അവന്റെ മനസ്സിൽ ചെറുപ്പത്തിൽ തന്നെ ഒരു വംശീയവരി കുത്തിവെക്കാൻ മുത്തശ്ശന് സാധിച്ചു. അമേരിക്കൻ ഹിസ്റ്ററി എക്സ് പോലുള്ള സിനിമകൾ അവനെ കൂടുതൽ സ്വാധീനിച്ചു. ഈ ചിന്താഗതികൾ ഉൾക്കൊണ്ട് സ്കൂളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒടുവിൽ 9ാം ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെടാൻ കാരണമായതുമാണ്. Who introduced you to neo-Nazism? Yeah, man, so much there. My grandfather, dude, he was like 6'4". He's a piece of shit. But at the time, I hated my dad so much. He's just what I latched onto. Super racist guy. Super racist, right? You know. Did he like you at all, you think, though? No, he did. You know, he did. But like, you know, you're a kid with a piece of shit father and like, you just gravitate towards anything masculine. And like, this is a big old white racist redneck and I'm angry. So next thing I know, dude, I'm like... Right, you're just saying racist shit at the house. Yeah, exactly. So I started like gravitating towards like these racist, crazy, violent ideas. So... I was like, dude, I mean, it was rough, man. Like, I mean, I got kicked out of high school for hate crimes. Did you really? Yeah. I didn't graduate high school. I didn't graduate elementary school. എന്നാൽ ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ അവന്റെ അമ്മ അവനെ ഒരു മിക്സ്ഡ് മാർഷൽ ആർട്സ് ജിംനസിയത്തിലേക്ക് കൊണ്ടുപോയി. വേറിട്ട സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകളുമായി ട്രെയിനിങ് നടത്തിയതിനാൽ സ്ട്രിക്ലാൻഡിന്റെ മനോഭാവത്തിൽ ഇത് വലിയ മാറ്റം ഉണ്ടാക്കാനിടയായി. മാനസികവും ശാരീരികവുമായ ദുരനുഭവങ്ങളെയും ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളെയും ഒരു കവചമാക്കി അയാൾ UFCയിലേക്ക് കയറി. Black belt jiu-jitsu, good wrestling, good takedown defense. Right. You know, he's solid everywhere. There it is. Submission tap in round 1, Strickland. UFCയിൽ തന്റെ ആധിപത്യം ഉറപ്പിച്ചു വരുമ്പോഴേക്കും ഷോണിന് തന്റെ ജീവിതത്തിലെ അടുത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു. UFC fighter has been hospitalized earlier today after being involved in a near-fatal motorcycle accident. ഷോണിന്റെ ബൈക്ക് ആക്സിഡന്റിൽ പെടുകയും അവന് സാരമായ പരിക്കേൽക്കുകയും ചെയ്തു. ഇത് അവനെ മാനസികമായി വളരെയധികം ബാധിച്ചു. I was riding back from Kings and I got in an accident. It wasn't my fault, but I've been blacked out for a good minute. I just came to after surgery. Got hit by a car and destroyed my knee, tore my patella. I still have a torn quad, missing part of my kneecap. And I remember waking up, I started crying. I just seen like my dreams just drift away. That was one of the hardest things.
It's gonna be a long road back, but I love fighting, so I'll get back on the ball and make it happen. I felt like I didn't belong. I didn't feel like I didn't fit. And then after my motorcycle accident, honestly, it's way more freeing not to have to try to fit the mold of a superstar. It's it's way better. Way better. മടങ്ങിയെത്തിയ ഷോൺ 5 മാച്ച് വിജയിച്ചതിനു ശേഷം മിഡിൽ വെയ്റ്റ് ഡിവിഷനെ പോലെ മാധ്യമങ്ങൾക്കും അവൻ പേടി സ്വപ്നം ആവുന്നു. When you walk in, Sean, all of us sort of sit here like, oh, the roast is about to begin. Hi, Sean. Hello, how are you? Please be nice to me. I'm always nice. 12 seconds later. Bro, you're a journalist. You guys, your jobs are to be parasites. You don't have any insight. Nothing. No offense, you guys. You do these headlines that, oh, Sean made fun of this, Sean made fun of that. You just can't be like, hey, Sean had a good day, he met so-and-so. You gotta be like, hey, Sean said something racist, he made fun of his co-main event. That's how you guys get your views, man. Your world is not the real world. You know what I'm saying? അലക്സ് പെരേരയ്ക്കെതിരെ ഷോണിന് 1-ാം നമ്പർ ചാമ്പ്യൻഷിപ്പ് മാച്ച് ലഭിക്കുന്നു. ആ പോരാട്ടത്തിലെ വിജയ് ചാമ്പ്യനായ ഇസ്രായേൽ അദസനിയെ നേരിടും. We just don't know if he can wrestle or not. And I know we all wanted me to find out if he could wrestle, but my pride will egotistical. I was like, you big scary Brazilian, I want to fight you. Wrestling, winning, the UFC belt, you know what I'm doing. I want to stay broken white trash my whole life. So here's what we're going to do. We're going to stand and kickbox. Any mistake you make with him, it's night-night. ആ മത്സരത്തിൽ ഷോണിന് അടിതെറ്റി. പെരേര അഡസനിക്കെതിരെ ബെൽറ്റ് നേടുകയും അതേസമയം ഷോണിന് ജാരഡിനെതിരെ തിരിച്ചുവരാൻ അവസരം ലഭിക്കുകയും ചെയ്തു. എന്നാൽ വിവാദപരമായ തീരുമാനങ്ങളിൽ ഷോൺ തോൽക്കുകയും റാങ്കിങ്ങിൽ താഴ്ന്നതിനാൽ ഒരു പുതിയ കണ്ടൻഡർ ഡിവിഷൻ ഏറ്റെടുക്കുകയും ചെയ്തു. അദസന്യ പെരേരയുമായി റീമാച്ചിന് പോവുകയും അവൻ പെരേരയെ നോക്കൌട്ടാക്കി വീണ്ടും ചാമ്പ്യനാവുകയും ചെയ്തു. പിന്നെ നമ്പർ 1 കണ്ടൻഡർ ഫൈറ്റ് റോബർട്ട് വിറ്റേക്കറും ഡ്രെക്കസ് ഡു പ്ലെസസ് തമ്മിലായി മാറി. അതുവരെയുള്ള കഥ ആദിസാനിയ വേഴ്സസ് ഡ്രെക്കസ് ഡു പ്ലെസസ് ആയിരുന്നു. ഷോൺ ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു, പക്ഷേ അവൻ അവസരത്തിനായി പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. Sean on three, Sean on three. 1, 2, 3, shot! UFC ആദിസാനിയുമായുള്ള ചാമ്പ്യൻഷിപ്പ് ഫൈറ്റ് ഡ്രെക്കസ് ഡു പ്ലെസസിന് കൊടുത്തു, പക്ഷേ അവന് ഇഞ്ചറി കാരണം മത്സരിക്കാനായില്ല. UFC 293 is in Sydney, Australia. Israel Adesanya defends his middleweight title against 5th ranked Sean Strickland. ഷോൺ ആ മത്സരത്തിന് ഇറങ്ങുമ്പോൾ എല്ലാവരും അവനെ വിലകുറച്ചു കണ്ടു. You can go 5 minutes with this guy, you're world champ. Let's go! And new undisputed UFC champion of the world. ഷോൺ സ്ട്രിക്ലാൻഡ് വെറുമൊരു പോരാളിയല്ല, അവൻ ധീരതയുടെ പ്രതീകമാണ്. നിങ്ങൾ എവിടെ നിന്ന് ആരംഭിച്ചാലും പേരും പ്രശസ്തിയും നേടിയെടുക്കുന്നത് വേദനയിലൂടെയും ത്യാഗത്തിലൂടെയുമാണ് എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. പോരാട്ടം ഒരിക്കലും അവസാനിക്കുന്നില്ല. സ്ട്രിക്ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചത് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. Ladies and gentlemen, give up for the former middleweight champion.